നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ പ്രകടന പത്രികകളിലെ വാഗ്ദാനങ്ങളായ രാമക്ഷേത്രവും ജമ്മു കാശ്മീർ പുനർസംഘടനയും യാഥാർത്ഥ്യമാക്കിയതിന് പിന്നാലെ ഏക സിവിൽ കോഡ് പ്രഖ്യാപനവുമായാണ് BJP ഇക്കുറിയെത്തുന്നത്. ഭരണഘടനയുടെ 44-ാം അനുച്ഛേദം ഏക സിവിൽ കോഡിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ പെടുത്തിയിട്ടുണ്ട് എന്നും ലിംഗസമത്വത്തിന് ഏക സിവിൽ കോഡ് വേണമെന്നുമാണ് BJPയുടെ വാദം. ഏക സിവിൽ കോഡിനൊപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, പൊതുവോട്ടർ പട്ടിക തുടങ്ങിയ വാഗ്ദാനങ്ങളും മുൻപോട്ട് വെക്കുന്നുണ്ട്. കർഷകർ, യുവജനങ്ങൾ, വനിതകൾ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ എന്നിങ്ങനെ 4 വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിടുന്നുവെന്ന് അവകാശപ്പെടുന്ന പ്രകടന പത്രികയിൽ 5 വർഷത്തേക്ക് കൂടി സൗജന്യ റേഷൻ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. യുവാക്കളെ ആകർഷിക്കാൻ മുദ്രാ ലോൺ വായ്പയുടെ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കി. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 3 കോടി വീടുകൾ കൂടി നൽകുമ്പോൾ ട്രാൻസ്ജെൻഡറുകൾക്ക് പ്രത്യേക പരിഗണനയുണ്ട്. എല്ലാ വീടുകളിലും വാതക പൈപ്പ് ലൈനും വൈദ്യുത ബില്ല് പൂജ്യമാക്കാനായിട്ട് സോളാർ പദ്ധതി വ്യാപകമാക്കും തുടങ്ങിയ പ്രകടനങ്ങളും ഉണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അവസ്പ നിയമം ഘട്ടം ഘട്ടമായി പിൻവലിക്കുമെന്ന വാഗ്ദാനമുണ്ട്. എന്നാൽ മണിപ്പൂരിനെ കുറിച്ച് പരാമർശമില്ല. താങ്ങുവില കൂട്ടുമെന്നല്ലാതെ നിയമവിധേയമാക്കുമെന്ന് വ്യക്തമാക്കുന്നില്ല. റബ്ബറിനായും പ്രത്യേക പ്രഖ്യാപനങ്ങളൊന്നും തന്നെയില്ല. പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ നേതാക്കളെയും പ്രവർത്തകരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി കേരളത്തിലെ വിഷു ആഘോഷത്തിന് കൂടി പശ്ചാത്തലത്തിൽ ആശംസകൾ നേർന്നാണ് പ്രസംഗം ആരംഭിച്ചത്. രാജ്യം കാത്തിരുന്ന പ്രകടന പത്രികയാണ് BJP അവതരിപ്പിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. നടപ്പാക്കുന്ന വാഗ്ദാനങ്ങളെ പ്രകടന പത്രികയിൽ പറയാനുള്ളൂ. 4 വിഭാഗങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി സൗജന്യ റേഷൻ അടുത്ത 5 വർഷത്തേക്ക് കൂടി കൂട്ടും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലും എത്തിക്കും. വൈദ്യുത ബില്ല് പൂജ്യമാക്കും. അതുപോലെയുള്ള നിരവധി വാഗ്ദാനങ്ങൾ എന്തായാലും ഉണ്ട്. അതേസമയം BJPയുടെ പ്രകടന പത്രിക ക്ഷേമപ്പണ പത്രം എന്ന പേര് മാറ്റണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മോദി ദളിതരോടും ആദിവാസികളോടും കർഷകരോടും യുവാക്കളോടും മാപ്പ് പറയണം. ഇത്തവണ മോദിയുടെ തന്ത്രത്തിൽ യുവാക്കൾ വീടില്ല എന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും BJP പ്രകടന പത്രികയിൽ കാണാനില്ല എന്നും രാഹുൽ കുറ്റപ്പെടുത്തി. BJP പ്രകടന പത്രികയെ സമരത്തിലുള്ള കർഷകരും വിമർശിക്കുകയുണ്ടായി.